ഇനി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോലീസിലേക്ക് ജനങ്ങൾ വരുന്നത് തന്നെയില്ല. അതിനു മുമ്പേ കുറ്റകൃത്യങ്ങൾ തടയപ്പെടുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ എടുത്താൽ ഒരൊറ്റ ഉദാഹരണം പറയാം. 2019 കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. 2023 ആയപ്പോൾ അത് ഏകദേശം 5% എത്തിച്ചത്. 95% കുറവുണ്ടായി. വളരെ ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന എല്ലാ കേസുകളിലും വിക്ടിമിന്റെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തട്ടിപ്പുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത്. ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന RBIയുടെ കീഴിലുള്ള ബാങ്കുകളിലെ അക്കൗണ്ടുകളല്ലേ. വിദേശ ബാങ്കിലേക്ക് നമ്മൾ ആരും പണം ഇട്ടുകൊടുക്കില്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ ചെയ്തത്രയേ ഉള്ളൂ. അവരുടെ നാട്ടിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും 0 മുതൽ 100 വരെയുള്ള ഒരു സ്കോർ കൊടുത്തു. KYCയുടെ സ്ട്രെങ്ത് അനുസരിച്ചും എത്ര കാലമായി ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, എത്ര വിശ്വസ്തതയുള്ള അക്കൗണ്ട് ആണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ AI മെക്കാനിസം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു വെയിറ്റ്, ഒരു സ്കോർ 0 മുതൽ 100 വരെ. നിങ്ങളുടെ ഒരു സാലറി അക്കൗണ്ട് ആയിരിക്കും 100 മാർക്ക് കിട്ടും. തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ടിൽ 3-4 മാത്രമായിരിക്കും മാർക്ക് ഉണ്ടാവുക, സ്കോർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന സമയത്ത് 100 സ്കോറുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും 4 സ്കോറുള്ള ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും, ഇറ്റ് സീംസ് യു ആർ എ വിക്ടിം ഓഫ് സൈബർ സ്ക്വാഡ്, പ്ലീസ് കോൺടാക്ട് പോലീസ് എന്ന് എഴുതി വരിക. അപ്പോൾ അയാൾ പോലീസിൽ വിളിക്കും. അപ്പോൾ തന്നെ അയാൾ ആ ട്രാൻസാക്ഷൻ ഒന്ന് പിന്മാറുകയാണ്. വളരെ ഈസിയായി ചെയ്യാൻ കഴിയും, വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. ഇത് ചെയ്യണമെന്ന് ഒരു സംസ്ഥാന പോലീസ് മേധാവി ആദ്യമായി RBIയിലേക്ക് കത്തെഴുതിയത് നമ്മുടെ DGP ആണ്. ഇസ്രായേൽ മോഡൽ പഠിച്ചുകൊണ്ട് 2023 അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട്. സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരിലും പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ മതി. ഒരൊറ്റ സൈബർ ക്രൈം ഇവിടെ നടക്കില്ല. ഒരു മലയാളി സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് ഇത് സൈബർ ക്രൈം ആണെന്ന് സംശയമുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ 19-30 വിളിക്കില്ലേ? ഇത് ബീഹാർ അല്ലല്ലോ. ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ID നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്തു. അതിനുശേഷം കൊച്ചിയിൽ നിങ്ങൾ സേഫ് ഹൗസിൽ പോലീസ് ക്ലബിലെ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തു. ഗൂഗിൾ എന്ത് ചെയ്യും? നിങ്ങളോട് OTP ചോദിക്കില്ലേ? ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കില്ലേ? ന്യൂ സിസ്റ്റം ഫൗണ്ട് എന്ന് പറയില്ലേ? നിങ്ങൾ സ്ഥിരമായി ലോഗിൻ ചെയ്യുന്ന മൊബൈൽ അല്ല, ഇത് വ്യത്യസ്തമായ ഡിവൈസ് ആണെന്ന് പറയില്ലേ? എന്തുകൊണ്ട് പറയുന്നു? നിങ്ങളുടെ ഡിവൈസിന്റെ MAC നമ്പർ ഗൂഗിളിന്റെ അടുത്തുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഡിവൈസ് ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് ഗൂഗിൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്? ഒരു ചാർജും ഇല്ലല്ലോ. സർവീസ് ചാർജായി എത്ര തുക നിങ്ങളുടെ ബാങ്കുകൾ നിങ്ങളെ ചാർജ് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ പുതിയൊരു ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളല്ല എന്ന് കണ്ടെത്തി ഉറപ്പുവരുത്തുന്നുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ ഇന്ത്യയിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. OTP ഫ്രോഡ്. നിങ്ങളുടെ OTP തട്ടിയെടുത്ത് ജാർഖണ്ഡിൽ ജംതാരയിലുള്ള ഒരാളെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഡിവൈസിൽ നിന്നല്ല ഈ ലോഗിൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്താൽ ഒരൊറ്റ OTP ഫ്രോഡ് ഇന്ത്യയിൽ നടക്കുമോ? OTP ഫ്രോഡ് തന്നെ പൂർണ്ണമായും നിൽക്കണം. ഇത് മാത്രമേ ഇസ്രായേൽ ചെയ്തുള്ളൂ. 2019 ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്ത് 2022 അത് 5% കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ RBI വിചാരിച്ചാൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റും.